ഇറ്റാലിയൻ താരമായ മരിയോ ബലോട്ടലിയെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഓഫർ ചെയ്തു. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് താരത്തിന് വേണ്ടാന്ന് വെച്ചിട്ട് ആ ഓഫർ റിജക്ട് ചെയ്തു എന്നുള്ള വാർത്ത മാർക്കസ് മർഗുലോ പുറത്തുവിട്ടതിന് പിന്നാലെ ഇന്ത്യയിലെ വളരെ വലിയ ചർച്ചയായി. 100 കോടിയിലധികം ജനങ്ങളുള്ള ഇന്ത്യൻ മാർക്കറ്റിൽ ഇത് ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായിട്ടും യൂറോപ്യൻ മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുമല്ലോ. അങ്ങനെ മരിയോ ബലോട്ടലിക്ക് ആകെ അവിടെ നാണക്കേടായി. യൂറോപ്യൻ മാധ്യമങ്ങൾ ISL ക്ലബ്ബ് റിജക്ട് ചെയ്ത ബലോട്ടലി എന്ന് പറഞ്ഞ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിൽ മറ്റു ചില റിപ്പോർട്ടുകളും കൂടി വെച്ച് നോക്കുമ്പോൾ ഈ ഒരു റിപ്പോർട്ട് ഡസൻ മേക്ക് എനി സെൻസ് എന്ന് പറയേണ്ടി വരും. കാരണം സ്റ്റിൽ അദ്ദേഹം ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള കൊറിന്ത്യൻസിന്റെ റാഡാറിലുണ്ട്. ഈ കൊറിന്ത്യൻസ് താരത്തിനെ സൈൻ ചെയ്യാനിരുന്നതാണ്. താരത്തിന് അവർ ഓഫർ ചെയ്തിരുന്ന തുക ഏകദേശം $2 മില്യൺ അല്ല, $2 മില്യൺ. ആ ഒരു തുക എന്ന് പറയുമ്പം $2 മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം 16 കോടിക്ക് മുകളിൽ വരും. കേരള ബ്ലാസ്റ്റേഴ്സ് എങ്ങനെയൊക്കെ നോക്കിയാലും മാക്സിമം 5 കോടിക്ക് അപ്പുറത്തേക്ക് ഒരു താരത്തിന് വേണ്ടി കൊടുക്കാൻ പോകുന്നില്ല. അപ്പം ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്തതിനെക്കാട്ടിൽ ഒരു 3-4 ഇരട്ടി തുകയാണ് കൊറിന്ത്യൻസ് ഓഫർ ചെയ്തത്. എന്നിട്ട് ആ ഡീലും നടന്നില്ല എന്നുള്ളതാണ് സത്യം. കാര്യം ഒരു വെർബൽ കോൺട്രാക്റ്റിൽ എത്തി എങ്കിൽ പോലും അവസാന നിമിഷം ട്രാൻസ്ഫർ മാർക്കറ്റ് ഷട്ട് ഡൗൺ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് അവർക്ക് മെംഫിസ് ഡിപേ കിട്ടിയുണ്ട്. അവർ മെംഫിസ് ഡിപേ സൈൻ ചെയ്ത് എന്ന് കരുതി ആ വെർബൽ കോൺട്രാക്ട് റിവോക്കായി പോവുകയോ സാധ്യതകളും ചർച്ചകളും അവസാനിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോഴും കൊറിന്ത്യൻസിലേക്ക് ബലോട്ടലിയെ സൈൻ ചെയ്യാനുള്ള സാധ്യതകൾ അവിടെ അവശേഷിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അപ്പം 16 കോടിയിലേറെ കൊറിന്ത്യൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഒരു കോൺക്രീറ്റ് സൈനിങ്ങിലേക്ക് വരാതിരുന്ന ആ ഒരു ഡീൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു ക്ലബ്ബ് മാക്സിമം 5 കോടിക്ക് മുകളിൽ മുടക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ക്ലബിന് ഓഫർ വന്നു, ക്ലബ്ബ് റിജക്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഓഫ് കോഴ്സ് ബലോട്ടലിയുടെ ആ ഒരു ഡിസിപ്ലിനറി മാനർ വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് വാല്യൂ ഇത്ര കുറയാനൊക്കെ കാരണം ഡിസിപ്ലിനറി ആക്ഷൻസ് ഒക്കെ തന്നെയാണ്. എങ്ങനെയൊക്കെ ആയാലും ഇപ്പം മറ്റു കാര്യങ്ങളും കൂടി നോക്കുമ്പോൾ ഈ ഒരു വാർത്തയിൽ ഒരു സെൻസ് കാണാൻ പറ്റുന്നില്ല എന്നുള്ള സത്യം ദുഃഖകരമായിട്ട് പങ്കുവെക്കട്ടെ.